പാസഞ്ചർ എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ എന്ന രീതിയിൽ അംഗീകരിക്കപ്പെട്ട ശ്രീ രഞ്ജിത്ത് ശങ്കർ തന്റെ പുതിയ ചിത്രമായ അർജുനൻ സാക്ഷിയുടെ വിശേഷങ്ങൾ ഫോറം കേരളത്തോട് പങ്കുവയ്ക്കുന്നു. നമസ്കാരം ശ്രീ രഞ്ജിത്ത്. നമസ്കാരം. അർജുനൻ സാക്ഷി എന്ന താങ്കളുടെ പുതിയ ചിത്രം ശ്രീ പൃഥ്വിരാജിനെ നായകനാക്കി പാസഞ്ചർ എന്ന ചിത്രത്തിന് ശേഷം താങ്കൾ സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ മാസം 28-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. ഈ ചിത്രത്തെ പറ്റി പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അർജുനൻ സാക്ഷി ഇവിടെയുള്ള ഇപ്പോഴത്തെ കാലത്തുള്ള ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ യുവാക്കളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന റോയ് മാത്യു എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ഇതിലുള്ള ഒരു നായക കഥാപാത്രം. അയാൾ നമുക്ക് ചുറ്റും കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളൊരു ദിവസേനയുള്ളൊരു ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് ഒരു സാമാന്യ വിദ്യാഭ്യാസം നേടി നല്ല ജോലി ചെയ്യുന്നു, നല്ല ശമ്പളം വാങ്ങിക്കുന്നു. അയാളുടേതല്ലാത്ത കാര്യങ്ങളിൽ അയാൾക്ക് താല്പര്യമില്ല. ഒരു പേപ്പർ കിട്ടിയാൽ അയാൾക്ക് താല്പര്യം അത് സിനിമയോ അല്ലെങ്കിൽ സ്പോർട്സ് ന്യൂസോ വായിക്കാനാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള വളരെ സാധാരണക്കാരുടെ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ നിലനിൽക്കുന്ന ചില പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ എത്തിപ്പെടുകയും അത് തുടർന്ന് ഉണ്ടാകുന്ന ചില സംഭവവികാസങ്ങളുമാണ് അതിന് സാക്ഷിയുടെ പ്രമേയം. താങ്കൾ ഈ ചിത്രത്തെ പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, സമകാലിക സംഭവ വികാസങ്ങൾ ഈ ചിത്രത്തിൽ പ്രതിപാദിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്ക് തോന്നുന്ന ഒരു സിനിമ ഉണ്ടാവാൻ എപ്പോഴും അതിന്റെ പുറകിൽ ഒരു കോസ് അല്ലെങ്കിൽ ഒരു വളരെ പ്രശസ്തമായ ഒരു കാരണം ഉണ്ടാവുന്ന വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറെ കൂടി സിനിമയിൽ പറയാൻ അഡ്രസ് ചെയ്യാൻ ഒരു വിഷയം ഉണ്ടായിരിക്കും. അപ്പൊ അതിലൂടെ എത്തിച്ചേരാനുള്ള വഴികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ സിനിമ ഉണ്ടാക്കി എളുപ്പമാണ് എന്നാണ് എന്റെ ഒരു അനുഭവം. പാസഞ്ചർ അങ്ങനെ തന്നെയായിരുന്നു, അർജുനൻ സാക്ഷിയും അതുപോലെ തന്നെയാണ്. ഞാൻ അർജുനൻ സാക്ഷിയെ കുറിച്ച് ആദ്യം ആലോചിച്ചു തുടങ്ങുന്നത് ഞാൻ എന്റെ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ്. അപ്പൊ ഏതാണ്ട് ഒരു 12 വർഷം മുമ്പാണ്. പാസഞ്ചറിന് ശേഷം വീണ്ടും ഒരു സിനിമ എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോൾ ഈ വിഷയം ആദ്യം മനസ്സിലേക്ക് വരികയും അത് ചെയ്യണമെന്ന് അതിശക്തമായ ഒരു ആഗ്രഹം തോന്നാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതായത് 12 വർഷം മുമ്പ് ഞാൻ ആലോചിച്ച ഒരു വിഷയം ഇപ്പൊ 2010 12 വർഷങ്ങൾക്ക് ശേഷം അതിനേക്കാൾ കൂടുതൽ പ്രസക്തമായി നമുക്ക് ചുറ്റും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് സാക്ഷിയെ സംസാരിക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങൾ ഇന്ന് പണ്ടത്തേതിനേക്കാൾ കൂടുതൽ വളരെ പ്രസക്തമായി നിൽക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ചെറുപ്പക്കാർ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അത് ഈ സിനിമയിലൂടെ ഒരു ജനങ്ങൾക്ക് എന്റർടൈനിങ് ആയ രീതിയിൽ എത്തിക്കേണ്ട ഒരു ശ്രമമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കളുടെ ആദ്യ ചിത്രം പാസഞ്ചർ പ്രേക്ഷകർ അംഗീകരിച്ച ചിത്രമാണ്, നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ ചിത്രമാണ്, നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ചിത്രമാണ്. ഇപ്പോൾ പാസഞ്ചറിന് ശേഷം താങ്കൾ ചെയ്യുന്ന ഒരു ചിത്രം എന്ന നിലയിൽ ഈ അർജുനൻ സാക്ഷി ചെയ്യുമ്പോൾ താങ്കൾക്ക് അതിൻ്റെതായ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു? സമ്മർദ്ദങ്ങളേ ഇല്ലായിരുന്നു. കാരണം ഇപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ പാസഞ്ചറിന് ശേഷം വീണ്ടും ഒരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് തന്നെ വളരെ ഗൗരവത്തിൽ ആലോചിക്കാത്ത ഒരാളാണ്. ഞാൻ പാസഞ്ചർ കഴിഞ്ഞിട്ട് വീണ്ടും ജോലി ചെയ്യാൻ പോയതാണ്, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം വീണ്ടും ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതൊരു പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന്റെ ആവശ്യം എന്താണെന്ന് തോന്നുന്നു. നമുക്ക് പറയാനൊരു വിഷയമുണ്ട്, ആ വിഷയം നമുക്ക് രസകരമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് ചെയ്യാൻ ഒരു നിർമ്മാതാവും അഭിനയിക്കാൻ ഒരു നിർമ്മാതാവ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു സിനിമ ഉണ്ടാക്കാനുള്ള സാഹചര്യം മുന്നോട്ട് വരികയാണ്. അപ്പോൾ ആ സിനിമ ഉണ്ടാക്കുന്നു, നമ്മൾ പരമാവധി എൻജോയ് ചെയ്ത് നമുക്ക് പറ്റുന്ന പോലെ നല്ല രീതിയിൽ ഈ സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കൊരു ചെറിയ രീതിയിലുള്ള സമ്മർദ്ദം പോലും ഇതുവരെ ഇല്ല, ഇപ്പോഴും ഇല്ല. മലയാളത്തിൽ ഒരുപക്ഷെ അന്യഭാഷാ ചിത്രങ്ങളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പുതുമുഖ പ്രതിഭകൾ അത്രയൊന്നും കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കടന്നു വരുന്നവർക്ക് വേണ്ടത്ര അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ല എന്നൊരു നിരീക്ഷണമുണ്ട്. ഇപ്പോൾ താങ്കളൊക്കെ അതിന്റെ ഒരു അപവാദമാണ്. എങ്കിൽ പോലും ഒരുപക്ഷെ തമിഴുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ പുതിയ പ്രതിഭകളുടെ ഒരു കടന്നുവരവ് മലയാളത്തിൽ അത്രയധികം ഉണ്ടാകുന്നില്ല എന്ന നിരീക്ഷണത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ഞാനായിട്ടില്ല. മലയാള സിനിമയിൽ എന്തുകൊണ്ട് ആളുകൾ വരുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷെ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ വളരെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടുള്ള ഒരു മനസ്സും ഒരു തിരക്കഥയും അതിനായിട്ടുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് വന്നാൽ നമ്മളെ സഹായിക്കാൻ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഉണ്ടാവും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. അപ്പൊ എനിക്ക് അങ്ങനെ മലയാള സിനിമയിൽ ആരെങ്കിലും തടഞ്ഞുകൊണ്ട് വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആളുകൾ
ഒരുപക്ഷെ ശ്രമങ്ങളുടെ കുറവായിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള തിരക്കുകൾ ഉണ്ടാവാത്തതിന്റെ കുറവായിരിക്കും. ആ രീതിയിലാണ് കൂടുതൽ ഒരു പക്ഷേ ചിന്തകൾ മുന്നോട്ട് വരേണ്ടത്. നമ്മുടെ പുതുമുഖ സംവിധായകരിൽ പലരും തങ്ങളുടെ ആദ്യ ചിത്രം സൂപ്പർ താരങ്ങളെ നായകരാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ വർഷം തന്നെ പരിശോധിച്ചാൽ വൈശാഖ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മാർട്ടിൻ പ്രക്കാട്ട് തുടങ്ങിയവരൊക്കെ സൂപ്പർ താരങ്ങളെ നായകരാക്കിയുള്ള ചിത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. താങ്കളുടെ ആദ്യ 2 ചിത്രങ്ങളിലും സൂപ്പർ താരങ്ങൾ അല്ല നായകരായിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സൂപ്പർ താരങ്ങൾ മലയാള സിനിമയ്ക്ക് ദോഷകരമായ രീതിയിൽ അവരുടെ ചില നിലപാടുകൾ ബാധിക്കുന്നുവെന്ന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ചില ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സൂപ്പർ താരങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിൽ കുറെ കൂടി ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ മറ്റുമുള്ള നിരീക്ഷണങ്ങൾ. താങ്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്? ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, നമ്മളെപ്പോഴും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായി, അതിൽ ഒരു കഥാപാത്രം ഉണ്ടായി, ആ കഥാപാത്രത്തിന് ചേരുന്ന ഒരു നടനെ അല്ലെങ്കിൽ നടിയാണ് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു താരം ഉണ്ടാവുമ്പോൾ ഒരു ഫിലിം മേക്കർക്ക് അതുകൊണ്ട് കിട്ടാവുന്ന സൗകര്യങ്ങൾ ഒരുപാടാണ്. ഇൻ ടേംസ് ഓഫ് അത് കിട്ടുന്ന ഒരു സാമ്പത്തിക സഹായം, ഒരു ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട്, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മുതലായ രീതികളിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു, എനിക്കുള്ള പരിമിതമായ പരിചയവും അറിവും വെച്ച് ഇവിടെയുള്ള ഈ പറയുന്ന വലിയ താരങ്ങൾ എല്ലാവരും വളരെ നല്ല നടന്മാരും ഒരു നല്ല സിനിമയോട് വളരെയധികം സഹകരിക്കുന്നവരുമാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു കാര്യത്തിനും പ്രത്യേകിച്ച് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുൻ സാക്ഷിയെ സംബന്ധിച്ച് ഈ റോയ് മാത്യു എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു പ്രായമുണ്ട്. അയാളൊരു ലേറ്റ് 20s ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രിമൈസിൽ അത് ഏറ്റവും സൂട്ടാവുന്ന പൃഥ്വിരാജിനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയാളൊരു താരം കൂടി ആയതുകൊണ്ട് ഈ സിനിമ ഉണ്ടാക്കി എനിക്ക് ഒരുപാട് സഹായമായിട്ടുണ്ട്. സൂപ്പർ താരങ്ങൾ സിനിമയ്ക്ക് ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ കൈക്കൊള്ളുന്നു, അല്ലെങ്കിൽ അവരുടെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്ന നിലപാടിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ അർജുൻ സാക്ഷി എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു സിനിമയാണ് ബേസിക്കലി. അത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പാസഞ്ചർ അങ്ങനെ തന്നെയാണ്, എല്ലാവരും ശ്രമിക്കുന്നത് അതിന് തന്നെയാണ്. ആരും മനഃപൂർവ്വമായി മോശപ്പെട്ട ഒരു സിനിമ ഉണ്ടാക്കാം അല്ലെങ്കിൽ പരാജയപ്പെടുന്ന ഒരു സിനിമ ഉണ്ടാക്കാമെന്ന ലോകത്തിൽ ഒരു നടനോ ഒരു ഫിലിം മേക്കറോ ആഗ്രഹിക്കുന്നില്ല, ശ്രമിക്കുന്നില്ല. അതങ്ങനെ ആയി തീരുന്നതാണ്. അത് നമുക്കറിയില്ല. ആ സിനിമ ഇറങ്ങി റിലീസായി പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചൊരു പിക്ചർ കിട്ടും. എല്ലാവരുടെയും ശ്രമങ്ങൾ നല്ല സിനിമകൾ അല്ലെങ്കിൽ വിജയിക്കുന്ന സിനിമകൾ, കൂടുതൽ താരമൂല്യം കിട്ടുന്ന സിനിമകൾ എന്നുള്ള ഡയറക്ഷൻ തന്നെയാണ്. ചിലത് വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അതിൽ കൂടുതൽ ഒരു കമന്റിന് പ്രസക്തിയില്ല. വളരെയധികം നന്ദി. താങ്കൾ തിരക്കുകൾക്കിടയിൽ ഫോറം കേരളത്തോട് സംസാരിക്കാൻ അല്പസമയം മാറ്റിവെച്ചതിന്. അർജുനൻ സാക്ഷി എന്ന ചിത്രം ഒരു വൻ വിജയമായി മാറുവാൻ ഫോറം കേരളത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഫോറം കേരളം സത്യത്തിൽ ഞാൻ വളരെ ആക്റ്റീവായ ഒരു മെമ്പറാണ്. ഞാൻ ആദ്യമായിട്ട് മെമ്പറാവുന്ന ഒരു ഫോറമാണ് ഫോറം കേരളം. അപ്പം ഇങ്ങനൊരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തതിൽ വളരെ നന്ദി പ്രവീൺ. താങ്ക് യു.